guys, welcome back to another episode of collegemunshi.com. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ശ്രീനിവാസ് മെഡിക്കൽ കോളേജിനെ കുറിച്ചിട്ട് പറയാനാണ്. അപ്പോൾ നമുക്കറിയാം കുറേ അധികം സ്റ്റുഡൻസ് ആണ് പാരാമെഡിക്കൽ ഫീൽഡിലോട്ട് +2 എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസിനെല്ലാം പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ശ്രീനിവാസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ശ്രീനിവാസ് മെഡിക്കൽ കോളേജ് വരുന്നത് കർണാടകയിലുള്ള മാംഗ്ലൂരിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ കർണാടക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിട്ട് ഇവർ അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോഴ്സ് നമ്മൾ എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർട്ടിഫിക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻസ് അപ്രൂവൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ശ്രീനിവാസ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. കാരണം അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് ഇവർക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അത്രയും ക്വാളിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിരിക്കും ഇവർ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ അത്രയും ടോപ്പ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അക്രഡിറ്റേഷൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ശ്രീനിവാസ് മെഡിക്കൽ കോളേജ് കർണാടകയിൽ തന്നെയുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അവർ അഫിലിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വാല്യൂവിന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. പോരാത്തതിന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളൊരു മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ നോളജ്. നമുക്കറിയാം ഒരു തിയറിറ്റിക്കൽ നോളജിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വേണ്ട പ്രാക്ടിക്കൽ നോളജ് വേണ്ട ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് തന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യം എടുക്കുകയാണെങ്കിലും ശ്രീനിവാസ് മെഡിക്കൽ കോളേജ് ടോപ്പാന്ന് തന്നെ പറയാം. കാരണം അതൊരു മെഡിക്കൽ കോളേജാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡറാണ്. മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി ഹൈലി ക്വാളിഫൈഡ് ഫാക്കൽറ്റീസിന്റെ ഗൈഡൻസിലാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡർ ആയിട്ടുള്ളത്. പോരാത്തതിന് ക്ലിനിക്കൽ എക്സ്പോഷർ, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, ലെക്ചേഴ്സ് പോലുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോസസ്സുകളും ഇവർ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നോളജും തിയററ്റിക്കൽ ആയിക്കോട്ടെ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, ഈവൺ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ്, അവരൊരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേഷ്യൻസ് ആയിട്ടൊക്കെ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് തന്നെ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വേൾഡ് ക്ലാസ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് ഹൈലി ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പുതിയ പുതിയ മെഷീൻസ്, എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടിക്കൽ നോളജിനായിട്ട് പുറത്തു പോവുക അല്ലെങ്കിൽ അതിന്റെ ബേസ്ഡുള്ള തിയററ്റിക്കൽ നോളജ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, എല്ലാ തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷറും നിങ്ങൾക്ക് കിട്ടും. ഇവർ ഹൈലി എക്യുപ്ഡ് ആണ്. ലൈക്ക് ഇവർക്ക് MRI സ്കാനേഴ്സ്, CT സ്കാനേഴ്സ്, ഡയാലിസിസ് മെഷീൻസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യത്തിന് ഇതിന്റെ നോളജ് പ്രാക്ടിക്കൽ നോളജിനായിട്ട് പുറത്തു പോയി ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ക്ലിനിക്കൽ എക്സ്പോഷർ പോലുള്ള കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡറാണ്. പോരാത്തതിന് നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ ടൈം ആയിട്ട് പേഷ്യൻസിനെ കെയർ ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് എന്താണ്, ഡോക്ടേഴ്സുമായിട്ട് അവരെങ്ങനെയാണ് ഇടപഴകുന്നത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ സാധിക്കും. ആൻഡ് ഇനി ഒരു പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ ലാബ്സ് ആണ് ഇവരുടെ അടുത്തുള്ളത്. ആൻഡ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയൽ ടൈം ആയിട്ട് പേഷ്യൻസിനോടുള്ള കാര്യങ്ങളെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും. ആൻഡ് ഇനി നിങ്ങൾക്ക് പുറത്തു പോയിട്ട് ഇന്റേൺഷിപ്സ് ചെയ്യാനോ ഈ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഇന്റേൺഷിപ്സ് ചെയ്യാനോ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഈ ഒരു ശ്രീനിവാസ് മെഡിക്കൽ കോളേജ് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് ലൈക്ക് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം, അതിനൊന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് പുറത്തു പോവുക അല്ലെങ്കിൽ പുറത്തുള്ള ഹോസ്പിറ്റൽസ് തേടി നടക്കുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല.
ആൻഡ് ഇനി നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് വേണമെന്നാണെങ്കിൽ ഇന്റേൺഷിപ്സിനായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും, അതും ലീഡിംഗ് ഹോസ്പിറ്റൽസിലെ ഇന്റേൺഷിപ്സിനായിട്ടുള്ള അസിസ്റ്റൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ മെഡിക്കൽ ജേർണൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറി ആക്സസ് കൂടി ഇവർക്കുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, ക്ലിനിക്കൽ എക്സ്പോഷർ, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, അതും ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഗൈഡൻസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ കോഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രീനിവാസ് മെഡിക്കൽ കോളേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വേണം, കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് ചാനൽ ഉണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ചാനൽ വഴി കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അറിയാവുന്നതാണ്. സോ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം.